എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസിലും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ജയസൂര്യ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഹീമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എൻ്റെ ഒരു ഓർമ്മയിൽ 2 സ്ത്രീകളാണല്ലോ ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആരോപണങ്ങൾ വന്ന സമയത്ത് ജയസൂര്യ നാട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പുതിയ ഫിലിമിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ജയസൂര്യ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു കാര്യത്തിനോട് പ്രതികരിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ ഒരു ആരോപണങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം നാട്ടിലെത്തിയ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസിലും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണും, നമ്മളെന്തായാലും കാണും. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. താങ്കളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതെല്ലാം നമുക്ക് കാണാം. അത് നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ. അത് വ്യാജ പരാതിയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അതൊക്കെ എന്താണ്? അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ. അപ്പം ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു സോ കോൾഡ് ഇരയുണ്ടല്ലോ, അവർ ആക്ച്വലി ജയസൂര്യക്കെതിരെ മാത്രമല്ല മുകേഷിനെതിരെയും അതുപോലെ തന്നെ ഒരു 9-10 ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ റീസെൻ്റ്ലി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ വന്നിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരും അവരുടെ ഫേസും ഒക്കെ കാണിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് അവർ ഓൾറെഡി മീഡിയയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ഇരകളുടെ പേര് ഓർ ഫേസ് ഇതൊന്നും റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ലോ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ പേര് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരെക്കുറിച്ച് ഇന്ന് രാവിലെ മുതൽ നമ്മൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ തന്നെ റിലേറ്റീവായിട്ടുള്ള അവരുടെ സിസ്റ്ററിൻ്റെ മകളെ അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് കസിനെ അവർ ചെന്നൈയിൽ കൊണ്ടുപോയി ആർക്കൊക്കെയോ കാണിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ഒരു ന്യൂസാണ് നമ്മൾ ഇന്ന് രാവിലെ മുതലേ കേൾക്കുന്നുണ്ടായിരുന്നത്. അവരെന്തുകൊണ്ട് കേരളം വിട്ടു എന്നുള്ളതിൻ്റെ റീസൺ അവർ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ കാസ്റ്റിംഗ് കൗച്ച് ഉള്ളത് കൊണ്ട് തന്നെ അത്രയും വിഷമിച്ചിട്ടാണ് അവർ കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നതെന്നും അതുപോലെ തന്നെ ചെന്നൈയിൽ അവർക്ക് അവിടെ യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടില്ല എന്നുമായിരുന്നു നമ്മളോട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരുടെ സിസ്റ്ററിൻ്റെ മകൾ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടും വളരെ കോൺട്രഡിക്ടറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ സിസ്റ്ററിൻ്റെ മകൾ എന്താണ് ഇവരെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇത് നടക്കുന്ന സമയത്ത് ഞാനൊരു മൈനറായിരുന്നു. എനിക്ക് 16 വയസ്സായിരുന്നു പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഇത് സമൂഹത്തിന്റെ മുന്നിൽ പറയണം എന്നൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് നമ്മളൊരു ബന്ധുവായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളും അത് വെയിറ്റ് ചെയ്തിരുന്നത്. ഇത് പറയാനായിട്ട് നമുക്ക് പലതവണ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് അതിനുള്ള ധൈര്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഈ വ്യക്തി തന്നെ പലർക്കും പല അലിഗേഷൻസും ആയിട്ട് വന്നപ്പോഴാണ് അങ്ങനെയല്ല ലോകമെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നലുണ്ടാവുകയും ഞാൻ ഈ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. 2014 എൻ്റെ 10th എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷനായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഫിലിമിൻ്റെ ഒക്കെ ഒരു ഓഡീഷനൊക്കെ ഉണ്ട്. നീ നാട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് ചെന്നൈയിലേക്ക് വരാൻ പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേ ഒരു ഓഡീഷൻ ഉണ്ടെന്നും പറയാൻ വിളിച്ചുകൊണ്ട് പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഓഡീഷന് വേണ്ടിയിട്ടല്ല എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ 5-6 ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ വന്ന് എൻ്റെ ദേഹത്ത് തൊടുകയും എൻ്റെ മുടിയും മുഖത്തൊക്കെ വന്ന് തൊടുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തു. ഞാൻ കൈയൊക്കെ തട്ടി മാറ്റി. ഒരു വിധത്തിലാണ് ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞും ബഹളം വെച്ചിട്ടാണ് അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിയത്. എനിക്കറിയാത്തൊരു നാടാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അവസാനം അവർ തന്നെ എൻ്റെ ബഹളം വെക്കുന്നത് കണ്ടിട്ട് അവർ തന്നെ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. ഞാൻ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവർ നല്ല രീതിയിൽ നിന്നെ നോക്കിയോളും, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ ദുബായിലൊക്കെ പുള്ളിക്കാർ ഡാൻസ് ട്രൂപ്പിൻ്റെ ഒക്കെ പേരിൽ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, സെക്ഷൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതായത് സെക്ഷൽ മാഫിയ തന്നെ അതാണ് അവരവിടെ ചെയ്യുന്നതെന്ന് എന്നോട് ഓപ്പൺലി പറഞ്ഞതാണ്. അതായത് മാഫിയ എന്നുള്ള രീതിയിലല്ല, നീ വിഷമിക്കേണ്ട, നിനക്ക് അവിടെ ചെന്ന വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിനക്ക് വേറെ കൂട്ടുണ്ടാവും, ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ കയറ്റി വിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞതാണ്. അതിനകത്ത് വേറെ തെളിവുകളായിട്ട് എൻ്റെ കയ്യിലില്ല. കാരണം എന്നോട് പറഞ്ഞത് ഒരു ലൈംഗിക തൊഴിലാളി ആവുന്ന രീതിയിലാണ് എന്നോട് അവർ പറഞ്ഞത്. കാരണം ഇത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ റൂമിൽ പോകാൻ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചത്. അപ്പം അതിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാർ ഇതിനു മുമ്പും വേറെ സ്ത്രീകൾ, എന്റെ പ്രായത്തിൽ എനിക്കൊന്ന് 16 വയസ്സാണ്, അപ്പൊ എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് തന്നെയാണ് എന്നോട്. സ്വന്തം സിസ്റ്ററിന്റെ മകളെ, അതും മൈനറാണെന്ന് ഓർക്കണം, 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. അപ്പൊ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ ക്രെഡിബിലിറ്റി എന്താണെന്നും ഈ സ്ത്രീ എത്തരത്തിലുള്ള ഒരാളാണെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിൽ
അത്തരത്തിലുള്ള ഒരാൾ വന്നിട്ട് ജയസൂര്യക്കെതിരെ ആരോപണം ഉയർത്തുന്ന സമയത്ത് ആ ഒരു കേസ് എത്രത്തോളം എത്തുന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ വന്നതിന് ശേഷം ഈ സ്ത്രീ വന്ന് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം എത്രമാത്രം തൊലിക്കെട്ടിയാണ് ഈ സ്ത്രീക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ഒരു തൊലിക്കെട്ടി വെച്ചിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല. കാരണം ഇത് ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50ഓളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ 14 എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി 4 MLA-മാർ 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കുന്നത്. കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്ര മേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട്. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയാണ് മറ്റേ UK-യിലെ ഒരു സ്പോൺസർ. അപ്പോൾ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ. അപ്പം ഇവരെല്ലാവരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല, ഇതിൽ യാതൊരു സത്യവുമില്ല. ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്. ഭയങ്കര പ്രശ്നക്കാരിയാണ്. ഈ സ്ത്രീ പറയുന്നത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ മുകേഷ് പറയുന്നത് ആ സ്ത്രീ കളിക്കുന്നത് രാഷ്ട്രീയ കളിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ കാണുന്ന നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഈ ഒരു റിപ്പോർട്ടിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. ബട്ട് അതൊന്നും പുറത്തു വരാതെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് മാത്രം പുറത്തു വിട്ടുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ലേഡിയുടെ ക്രെഡിബിലിറ്റി ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെ ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സെക്കൻഡ് ലേഡി ഉണ്ടായിരുന്നല്ലോ, അവരെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അവരുടെ നെയിമും ഡോക്ടറേറ്റും എല്ലാം ഫേക്ക് ആണെന്നുള്ളത് നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മാത്രമേ അങ്ങോട്ട് വെടിപ്പില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ആരോപണങ്ങളിൽ സിദ്ദിഖിന്റെ മാത്രമാണ് തോന്നുന്നു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളത്. അപ്പോൾ റിയൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതൊന്നുമല്ല. അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ബട്ട് അതിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പേരുകളൊന്നും പുറത്തു വിടരുത് എന്നുള്ളത് WCC ആളുകൾ തന്നെ വന്ന് പുറത്ത് പറയുന്ന സമയത്ത് എന്തിനാണ് ഇത്രയും പൈസകൾ മുടക്കി ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു യഥാർത്ഥ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതിൻ്റെ ഉള്ളിലെ കൾപ്രിറ്റ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.